Dear students, നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എങ്ങനെയാണ്, അതിൻ്റെ റൊട്ടേഷണൽ ലെവൽസ്, എങ്ങനെയാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്, സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷണൽ ട്രാൻസിഷൻ, അതുകൂടാതെ എങ്ങനെയാണ് ഐസോട്ടോപിക് ഇഫക്റ്റ് ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് അതിലേക്ക് വന്നത് ബേസിക്കായിട്ട് ആ മോളിക്യൂൾ, നമ്മൾ കൺസിഡർ ചെയ്ത മോളിക്യൂള് ഒരു റിജിഡ് റോട്ടർ ആണെന്നുള്ള അസംഷനിലായിരുന്നു. മോളിക്യൂള് റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ചേഞ്ച് ഒന്നും വരില്ല എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ ഡെറിവേഷൻസ് എല്ലാം കിട്ടിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ എനർജി ലെവൽസൊക്കെ കൺസിഡർ ചെയ്തത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ എനർജി ലെവൽസ് നമ്മൾ സ്കീമാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ബേസിക്കായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന കൺസിഡറേഷൻ നമ്മുടെ മോളിക്യൂള് ഡയറ്റോമിക് മോളിക്യൂളായിരുന്നു. അതൊരു റിജിഡ് റോട്ടർ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. ബട്ട് ആക്ച്വലി റിയൽ മോളിക്യൂളർ സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരു മോളിക്യൂള് റിജിഡ് റോട്ടറാണ്, അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ബോൺസ് ഒന്നും റിജിഡാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാവുന്നത്. ഒബ്വിയസ്ലി ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത്, അപ്പം അവിടെ ഒരു ഫ്ലക്ച്വേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ റിജിഡ് റോട്ടർ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എക്സ്പെരിമെൻ്റലി ഇഫ് യു ആർ സ്റ്റഡിയിങ് എ റൊട്ടേറ്റിംഗ് മോളിക്യൂൾ ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ്, നിങ്ങൾക്ക് റൊട്ടേഷണൽ സ്പെക്ട്രയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസിനെക്കാട്ടും കുറച്ചും കൂടെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രൽ ലൈൻസ് കാണുന്നത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത 2B 4B 6B 8Bയിലൊക്കെ കൃത്യമായിട്ട് വരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് നോക്കുമ്പോൾ 2Bയിൽ വരുന്നു, 4Bയിൽ വരുന്നത് കുറച്ചും കൂടെ 2Bയുടെ അടുത്തേക്ക് വരുന്നു, 6Bയിൽ വരേണ്ടത് കുറച്ചും കൂടെ 4Bയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ റൊട്ടേഷൻ ലൈൻസ് അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ഡിക്രീസ് ചെയ്ത് വരുന്നു. ഈ ഡിക്രീസ് വരാൻ കാരണം എന്താണ്? ബി വാല്യൂവിലെ ചേഞ്ച് ആകാം, അല്ലെങ്കിൽ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ റിജിഡ് റോട്ടർ എന്ന് പറഞ്ഞത് ആക്ച്വലി നമുക്ക് റിയൽ സാമ്പിൾസ് അല്ലെങ്കിൽ റിയൽ മോളിക്യൂൾസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. യു നീഡ് സം മോർ മോഡിഫിക്കേഷൻ. സോ ആക്ച്വലി whenever you are considering a molecule, you cannot say a molecule is a rigid system. ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ മോളിക്യൂൾസ് എല്ലാം. റിജിഡ് അല്ല, ഇലാസ്റ്റിക് ആണ്. ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ ഇലാസ്റ്റിക് ആണ്. സോ നിങ്ങൾ റിജിഡ് ആയിട്ടുള്ളൊരു സ്റ്റിക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നോൺ റിജിഡ് ആയിട്ടുള്ളൊരു സാധനത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. രണ്ട് സൈഡിൽ സപ്പോസ് നോൺ റിജിഡ് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു റോഡാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഒരു സ്റ്റീൽ റോഡ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡിൽ വെയിറ്റുള്ള രണ്ട് ബോഡീസ് കീപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് ഒന്നും വേരി ചെയ്യില്ല. പക്ഷേ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലൊരു രണ്ട് ബോഡീസ് വെയിറ്റുള്ള ബോഡീസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. എന്ത് സംഭവിക്കും? ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടുമ്പോൾ, ആംഗുലർ വെലോസിറ്റി കൂടുമ്പോൾ അത് കുറച്ചും കൂടെ ഇലോങ്ങേറ്റഡ് ആകാനുള്ള സാധ്യത കാണിക്കും. സോ നമ്മൾ മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോഴും റൊട്ടേഷണൽ എനർജി കൂടുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ ഒരു നോൺ റിജിഡിറ്റി കൂടിക്കൂടി വരും. റൊട്ടേഷൻ എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ നോൺ റിജിഡിറ്റി ഇൻക്രീസ് ചെയ്ത് വരും, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ റിയൽ സിസ്റ്റത്തിൽ, നമ്മൾ റിയൽ കേസുകളിലൊക്കെ കാണുന്ന കാര്യം തന്നെയാണ് എന്ത് സംഭവിക്കും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത്. സോ ആക്ച്വലി whenever you are considering a molecule, you have to consider this thing also. ഈ നോൺ റിജിഡിറ്റി എന്നുള്ള കൺസെപ്റ്റും കൂടെ നിങ്ങൾ
കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് നേച്ചറും കൂടെ കൺസിഡർ ചെയ്താലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രൽ ലൈൻസ് എവിടെ കിട്ടും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ ഫോർ ദിസ് പർട്ടിക്കുലർ കേസ്, അല്ലെങ്കിൽ നോൺ റിജിഡ് ആയിട്ടുള്ള ഒരു റോട്ടർ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ, യു ഹാവ് ടു കൺസിഡർ ദി ഹാമിൽട്ടോണിയൻ കറസ്പോണ്ടിങ് ഫോർ നോൺ റിജിഡ് റോട്ടർ. You have to consider the Hamiltonian non-rigid rotor. So what is the need for Hamiltonian? ആ ഫംഗ്ഷൻ എന്തിനു യൂസ് ചെയ്യുന്നു? ആ ഫംഗ്ഷൻ്റെ ബേസിലാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്കുള്ളത്. ആ ഒരു ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസ് കിട്ടുന്നത്. സോ ആദ്യത്തെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഹാമിൽട്ടോണിയൻ വാസ് ഫോർ റിജിഡ് റോട്ടർ, ആൻഡ് വെനെവർ യു ആർ ടോക്കിംഗ് അബൌട്ട് മോളിക്യൂൾ റിയൽ സിസ്റ്റത്തിലേക്ക് വരുമ്പം നോൺ റിജിഡ് റോട്ടർ ആയിട്ടുള്ള ഒരു ഹാമിൽട്ടോണിയൻ കൺസിഡർ ചെയ്ത് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് ദി എനർജി ലെവൽസ്. റൊട്ടേഷൻ എനർജി ലെവൽസ് അപ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കറക്റ്റായിട്ടുള്ള ഒരു മോളിക്യൂളിന് പറ്റിയത്. ബിക്കോസ് ബോൺസ് ആർ ഇലാസ്റ്റിക്, റിജിഡ് അല്ല, ഇലാസ്റ്റിക് നേച്ചറുള്ളതാണ് നമ്മുടെ ബോൺസ് ഒക്കെ. സോ ആഫ്റ്റർ സോൾവിങ് ദിസ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഫോർ റിജിഡ് റോട്ടർ യു വിൽ ബി ഗെറ്റിംഗ് ആൻ എക്സ്പ്രഷൻ എപ്സിലോൺ ജെ ഓ ഇ ജെ ഇസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് ഡി j square into j square plus 1 j plus 1 square centimeter raised to minus 1. The energy level for a non-rigid rotor, നിങ്ങൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ you will be getting energy level Ej or epsilon j is equal to bj into j plus 1 minus dj square into j plus 1 the whole square centimeter raised to minus 1. വേവ് നമ്പേഴ്സിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ റിജിഡ് റോട്ടറിൻ്റെ കേസിലുള്ള ഒരു ടേം വരുന്നുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് യു ഹാവ് അനദർ ടേം ഡി ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 സ്ക്വയർ. സോ ഇവിടെ തന്നെ മനസ്സിലാവും ആ എനർജി ഡിഫറൻസ് എത്രത്തോളം വേരി ചെയ്യുന്നുണ്ടെന്നുള്ളത്. ജെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ എനർജി ഡിഫറൻസ് കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത് റൊട്ടേഷൻ ലെവൽസ് തമ്മിലുള്ള കമ്പയർഡ് ടു ദി അതർ നോൺ റിജിഡ് റോട്ടർ. പക്ഷേ കൂടുന്നുണ്ട്, പക്ഷേ എന്നാലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പം കമ്പാരിറ്റീവ്ലി നോൺ റിജിഡ് റോട്ടറിൻ്റെ കേസിലാണ് ആ ഒരു എനർജി ഡിഫറൻസ് കുറവ് വരുന്നത്. നമ്മൾ സ്കീം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഹിയർ ദിസ് എക്സ്ട്രാ ടേം ഡി is centrifugal distortion constant. Centrifugal distortion constant. This is a positive quantity and can be varying. Rotational speed കൂടുന്നതനുസരിച്ച് അത് വ്യത്യാസം വരും. And this is actually related to the B. Rotational constant related ആയിട്ടുള്ള ഒരു ടേം ആണ് centrifugal distortion constant. So T is equal to D is equal to 4b cube divided by mu bar square. 4b cube divided by mu bar square. B is the rotational constant, mu bar is the wave number, and the vibrational frequency, fundamental vibrational frequency in centimeters is given as mu bars. So mu bar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ fundamental vibrational frequency of the molecule ആണ്. B എന്ന് പറഞ്ഞാൽ rotational constant ആണ് ആ മോളിക്യൂളിൻ്റെ. നോൺ റിജിഡ് റോട്ടറിൻ്റെ കേസിൽ you have epsilon j is equal to bj into j plus 1 minus dj square into j plus 1 the whole square.
and this d is related to b cube, or d is related to b, rotational constant related ആണ്, and the relation is d is equal to 4b cube divided by nu bar square, where nu bar is the fundamental vibration frequency given in centimeter raised to minus 1. നിങ്ങൾക്ക് ബിയുടെ വാല്യൂ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ that will be equal to h cube divided by 32 pi raised to 4 I square r square k c. R is the distance between the molecules, between the corresponding atoms in the molecule, I moment of inertia, etc. So this is regarding the corresponding centrifugal distortion and നമ്മുടെ നോൺ റിജിഡ് റോട്ടറിൻ്റെ കേസിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇനി വാട്ട് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു റൊട്ടേഷണൽ ലൈൻസ് ഓർ റൊട്ടേഷണൽ ലെവൽസ് ഇൻ എ നോൺ റിജിഡ് റൊട്ടേറ്റർ? നമുക്കറിയാം ഡെൽറ്റ എപ്സിലോൺ ജെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് എനർജി ലെവൽസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ജെ ആൻഡ് ജെ പ്ലസ് 1 കൺസിഡർ ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് യു ക്യാൻ കാൽക്കുലേറ്റ്. Delta epsilon j will be equal to 2b into j plus 1 minus 4d into j plus 1 cube. സോ ഇവിടെ ഒരു സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് റിജിഡ് റോട്ടറിൻ്റെയും നോൺ റിജിഡ് റോട്ടറിൻ്റെയും എനർജി ലെവൽസ് കാണാൻ പറ്റുക എന്നുള്ളത്. റിജിഡ് റോട്ടറിൻ്റെ എനർജി ലെവൽസ് ലോവർ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പേഴ്സിലെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള എനർജീസിലാണ് നമ്മുടെ റൊട്ടേഷൻ ലെവൽസ് നിൽക്കുന്നത്. പക്ഷേ as you increase the j value increase ചെയ്ത് വരുമ്പോൾ you can see നോൺ റിജിഡ് റോട്ടറിൻ്റെ എനർജി കറസ്പോണ്ടിംഗ്ലി കുറവായിട്ടാണ് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ആ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോൺസ്റ്റൻ്റെ ഒരു സബ്സ്ട്രാക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ. സോ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ ഡിക്രീസസ് ദി റൊട്ടേഷണൽ എനർജിനെ ഡിക്രീസ് ചെയ്യും ആൻഡ് ഇൻക്രീസസ് റാപ്പിഡ്ലി ഫോർ ഹയർ റൊട്ടേഷണൽ സ്റ്റേറ്റ്. d value increases rapidly for higher rotational state. ഈ നോൺ റിജിഡ് റോട്ടറിൻ്റെ കേസിലും ഡെൽറ്റ സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡെൽറ്റ എപ്സിലോൺ ജെ വാല്യൂ എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം അനലൈസ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സി സ്പെക്ട്രൽ ലൈൻസ് അറ്റ് 0, 2b dash, 4b dash, 6b dash, 8b dash, 10b dash, 12b dash, etc. അത് നോൺ റിജിഡിൻ്റെ കേസിൽ. നമ്മൾ റിജിഡ് റോട്ടറും നോൺ റിജിഡ് റോട്ടറും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഹയർ റൊട്ടേഷണൽ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ഹയർ ട്രാൻസിഷൻസ് വരുമ്പം അതെല്ലാം കൂടെ കുറച്ചും കൂടെ ക്ലോസ്ലി പാക്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓരോ റൊട്ടേഷണൽ ലൈൻസും സ്പെക്ട്രൽ ലൈൻസും ക്ലോസ്ലി പാക്ഡ് ആയിട്ട് വരും whenever you have a transition in the higher rotation levels. higher rotation levels. ഇപ്പം ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 8b dash, 10b dash, 12b dash, 16b dash ഒക്കെ വരുന്ന കറസ്പോണ്ടിങ് ട്രാൻസിഷൻസ് വരുമ്പോഴേക്കും തന്നെ അവിടെ കുറച്ചും കൂടെ ക്ലോസിങ് അപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം ഇവിടെ എനർജി ലെവൽസിൻ്റെ വാല്യൂ കുറഞ്ഞു വരുവാണ് ആസ് യു ഇൻക്രീസ് ദി ജെ വാല്യൂ ഇൻ ദ കേസ് ഓഫ് നോൺ റിജിഡ് റോട്ടർ. സോ ഇതാണ് ബേസിക് ആയിട്ടൊരു നമ്മൾ റിയൽ സിസ്റ്റങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ, റിയൽ മോളിക്കുലർ സിസ്റ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ്. റിയൽ മോളിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് അവിടെ ഒരു നോൺ റിജിഡിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നുണ്ട്. ബോണ്ട് എലാസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് ഒരു സബ്സ്ട്രാക്റ്റിംഗ് ടേമും കൂടെ വരുന്നുണ്ട്. നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ റൊട്ടേഷൻ ലെവൽസും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജീസ് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എനർജി ഡിഫറൻസ് ഓരോ റൊട്ടേഷൻ ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് വേരി ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ റിജിഡ് റോട്ടറും നോൺ റിജിഡ് റോട്ടറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഹയർ റൊട്ടേഷൻ ലെവൽസിൽ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്കൊരു കമ്പാരിസൺ കാണാൻ പറ്റും ലീനിയർ ഡയാറ്റോമിക് റിജിഡ് റോട്ടറും നോൺ റിജിഡ് റോട്ടറും തമ്മിലുള്ള. രണ്ടും ഡയാറ്റോമിക് കേസുകളാണ്, ലീനിയർ ആണ്. അവിടെ ഫസ്റ്റത്തെ കേസിൽ എനർജി ഇൻ ദ കേസ് ഓഫ് ലീനിയർ ഡയാറ്റോമിക് റിജിഡ് ആയിട്ടുള്ള ഒരു റോട്ടറിൻ്റെ കേസിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇവിടെ രണ്ട് കേസിലും ജെ വാല്യൂ ക്യാൻ ബി 0, 1, 2 എക്സെട്ര.
റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് രണ്ട് കേസിലും 0, 1, 2 ഒക്കെയാണ് പോസിബിളായിട്ട് വരുന്നത്. ഇൻറ്റിജർ വാല്യൂസ് പോസിബിൾ ആണ്. സോ എപ്സിലോൺ ജെ ലീനിയർ ഡയറ്റോമിക് റിജിഡ് റോട്ടറിൻ്റെ കേസിൽ bj into j plus 1 ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് നോൺ റിജിഡ് റോട്ടർ bj into j plus 1 മൈനസ് dj സ്ക്വയർ into j plus 1 സ്ക്വയർ ആണ് വരിക. ഇവിടെ d is the centrifugal distortion constant, b is the rotational constant, this one b is rotational constant. Delta epsilon j, difference between two energy levels, j and j plus 1 ആണ് അസ്യൂം ചെയ്യുക, രണ്ട് റൊട്ടേഷൻ ലെവൽസ്. ഈ രണ്ട് റൊട്ടേഷൻ ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസസ് 2b into j plus 1 in the case of linear diatomic rigid rotor. But in the case of non-rigid rotor, delta epsilon j is equal to 2b into j plus 1 minus 4d into j plus 1 cube. ഈ രണ്ട് കേസിലും സെലക്ഷൻ റൂൾ സെയിം ആണ്. ഡെൽറ്റ ജെ ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. സോ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഒരു റിയൽ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നോൺ റിജിഡ് റോട്ടറായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബോൺസ് ഇലാസ്റ്റിക് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എനർജി ലെവൽസ്. എനർജി ലെവൽസിൽ രണ്ട് ടേംസ് വരും, റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വരും, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻറ്റും വരും. എന്താണ് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് ഷുഡ് ബി ഫെമിലിയർ ടു യു. എന്തുകൊണ്ടത് വരുന്നു? അത് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ബോണ്ട് കാരണം അറൈസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഇതാണ്, ഒരു ടേമാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി വാല്യൂ. പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് റൊട്ടേഷൻ ലെവൽസിൻ്റെ സ്പേസിങ് വരുന്നത്, എനർജി ലെവൽസിൻ്റെ സ്പേസിങ് വരുന്നത്. ഹയർ ജെ വാല്യൂയിലേക്ക് വരുമ്പോൾ നോൺ റിജിഡ് റോട്ടറിൻ്റെ എനർജി റിജിഡ് റോട്ടറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ദെൻ റൊട്ടേഷണൽ സ്പെക്ട്രൽ ലൈൻസ് എവിടെയൊക്കെ കാണപ്പെടുന്നു? റൊട്ടേഷണൽ സ്പെക്ട്രൽ ലൈൻസ് കുറച്ചും കൂടെ ക്രൗഡഡ് ആയിട്ട് വരും ഇൻ ദ കേസ് ഓഫ് നോൺ റിജിഡ് റോട്ടർ. അത് ഈ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ ടേം വരുന്നതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ക്രൗഡിങ് നിങ്ങൾ കാണുന്നത്. ഈ രണ്ട് കേസിലും സെലക്ഷൻ റൂൾ സെയിം ആണ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈസ് ദർ എ റിലേഷൻ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡി? അതൊക്കെ ഓർത്തിരിക്കുക. ഡിയുടെ യൂണിറ്റ്, ഡി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, ആ കാര്യങ്ങളും ഓർത്തിരിക്കുക. സോ ദിസ് ഇസ് ദ മെയിൻ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് അണ്ടർ നോൺ റിജിഡ് റോട്ടർ. സോ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് റൊട്ടേഷൻ സ്പെക്ട്രയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ വേറെയും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. കുറേ പ്രോബ്ലംസ് ഉണ്ടാകും നമ്മുടെ റിജിഡ് റോട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത്, ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇൻ സം ബുക്സ് ആൻഡ് ഓൾ. പിന്നെ ന്യൂക്ലിയർ ക്വാഡ്രപ്പോൾ മൊമെൻറ്റ്, ന്യൂക്ലിയർ മൊമെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ സ്പിൻ വരുമ്പോൾ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, സീമാൻ ഇഫക്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവുമോ, സ്റ്റാർക്ക് ഇഫക്റ്റ് എന്തെങ്കിലും ഇഫക്റ്റ്, അതൊക്കെ ഈ റിജിഡ് റോട്ടർ അല്ലെങ്കിൽ റൊട്ടേഷൻ സ്പെക്ട്രയിൽ ഇഫക്റ്റ് ഉണ്ടോ. പിന്നെ എന്താണ് ആപ്ലിക്കേഷൻ, ഈ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സ്ട്രക്ചർ കാണാം, സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റും, മാസ് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കുക. സോ എക്സ്ട്രാ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്റ്റാർക്ക് ഇഫക്റ്റ്, സ്റ്റാർക്ക് ഇഫക്റ്റ് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം, എന്താണ് സിഗ്നിഫിക്കൻസ് അതിൻ്റേത്, റൊട്ടേഷൻ ലെവൽസിൻ്റെ ഡീജനറസി എന്താണ്. ദെൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യം വേറെ ഒന്ന്, ഇപ്പോൾ നമ്മൾ ലീനിയർ റോട്ടേഴ്സിൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. നോൺ ലീനിയർ ആയിട്ടുള്ള കേസുകളുണ്ടാവും, ദാറ്റ് ഈസ് അസിമെട്രിക് ടോപ്പ്, അതുപോലെ തന്നെ സിമെട്രിക് ടോപ്പ്, മോളിക്യൂൾസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ വാല്യൂ എത്രയാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ എനർജി ലെവൽസ് എങ്ങനെയാണ് വരുന്നത്, അത് ഡിഫറെൻ്റ് ആണ്. യു ക്യാൻ ലുക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്സ്. ആൽക്കിൻസ് പോലത്തെ ടെക്സ്റ്റ് ബുക്സ് നോക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. പിന്നെ
ന്യൂക്ലിയർ മൊമെൻറ്റ് അതെങ്ങനെ എഫക്റ്റ് ചെയ്യും റൊട്ടേഷണൽ സ്പെക്ട്രനെ. ഒരു സ്പിന്നുള്ള ന്യൂക്ലിയസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ആ സ്പിന്നും ഇവിടെയും കൂടെ കപ്ലിംഗ് നടന്നിട്ട് എന്ത് സംഭവിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് വായിച്ചു നോക്കുക. ജസ്റ്റ് 1-2 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ബിക്കോസ് നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ പറയുന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുമ്പോഴും നമുക്കൊരു ചിന്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കുക. സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ആൻഡ് വിട്ടുപോകരുത്, ന്യൂമറിക്കൽസ് എല്ലാം ചെയ്ത് നോക്കുക. കുറേ ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽസ് ഉണ്ടാകും. ഓരോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കുമ്പോഴും ഓരോ ടൈപ്പ് ആയിരിക്കും. ആ ന്യൂമറിക്കൽസ് എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റിയില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ വാട്സപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ നോൺ റിജിഡ് റൊട്ടേഷൻ സ്പെക്ട്ര. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചായിരിക്കും. ഐ വിൽ ബി അപ്ലോഡിങ് സം ഷോർട്ട് വീഡിയോസ് റിലേറ്റഡ് ടു വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി. നിങ്ങളെല്ലാവരും വേറെ കുറച്ച് വീഡിയോസിൻ്റെ ലിങ്ക്സ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് വുഡ് ബി യൂസ്ഫുൾ ടു യു. ഇഫ് യു ആർ ഗെറ്റിംഗ് ഇനഫ് ടൈം, പ്ലീസ് ഗോ ത്രൂ ദോസ് വീഡിയോസ് ഓൾസോ. And I'll be uploading some questions also. Try to do those questions. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് റൊട്ടേഷൻ സ്പെക്ട്രയെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ തന്നെയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഓൺലൈൻ ക്ലാസ് വെച്ചിട്ട് അത് നമുക്ക് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.